പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷ കേന്ദ്രത്തിലെ എല്ലാ മക്കളെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവം നമുക്ക് ഈ വചന കേൾവിക്കായി അവസരം തന്നതിനായി സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ധീരമായി പ്രവർത്തിച്ച സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടത് താമാർ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും തുടർന്ന് അങ്ങോട്ട് റാഹബ് എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചാണ്. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള വംശാവലിയിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് റാഹബ്. റാഹബ് ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് റാഹബിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റാഹബ് വേശ്യയായിരുന്നുവെന്നും എന്നാൽ നാട് നിരീക്ഷിക്കാൻ, ജെറീക്കോ നിരീക്ഷിക്കാൻ പോയിരിക്കുന്ന ചാരന്മാർ അവർ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഈ റാഹബിൻ്റെ വീട്ടിലാണ് അഭയം തേടിയതെന്നും ഈ റാഹബ് അവളുടെ നാട്ടിലെ ആളുകളോട് നിൻ്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ നേരത്തെ തന്നെ പോയി എന്നും തൻ്റെ വീട്ടിൽ തൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടും അവളെ അവിടെ താമസിപ്പിച്ചു. അവൾ ഇത്രമാത്രം ഒരു കാര്യം പറഞ്ഞുള്ളൂ: നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നും ഈ സ്ഥലം ദൈവം നിങ്ങൾക്ക് തരുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ സ്ഥലം ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. ആ ചാരന്മാർ ഉറ്റുനോക്കാൻ പോയവരെ യോശുവയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. യെരിഹോ പട്ടണം ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചപ്പോൾ, യോശുവയെ ഏൽപ്പിച്ചപ്പോൾ റാഹബിൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരുടെ, റാഹബ് എന്ന് പറയുന്ന ഒരു വേശ്യാ സ്ത്രീയാണെങ്കിലും ആ വേശ്യാ സ്ത്രീക്ക് ദൈവനീതി അറിയാമായിരുന്നു, അല്ലെങ്കിൽ ദൈവനീതിക്ക് അവൾ വില കൊടുത്തവളായിരുന്നു. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിലൊരു വേശ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഇത്രയും ബോധമോ ഇത്രയും വിവേകമൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള സ്ത്രീകളെ എപ്പോഴും മോശക്കാരായിട്ട്, വളരെ വൃത്തിഹീനമായിട്ട് നടക്കുന്നവരായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്, കാണുന്നത്. യേശുവിൻ്റെ അടുത്ത് വന്ന പുരുഷന്മാരോട്, വേശ്യാസ്ത്രീയെ കല്ലെറിയാനായി വന്ന പുരുഷന്മാരോട്, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ത്രികാലജ്ഞാനമുള്ള ഈ മനുഷ്യൻ ഞങ്ങളിൽ ആരൊക്കെയാണ് ഈ വേശ്യ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുമെന്നുള്ള ചിന്തയോടുകൂടി കല്ലൊക്കെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റാഹബ് എന്ന് പറയുന്ന സ്ത്രീ വേശ്യയാണെങ്കിലും അവളുടെ ഹൃദയത്തിൻ്റെ ഒരു വശത്ത് നന്മ സൂക്ഷിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം സൂക്ഷിക്കുന്നു, ദൈവത്തിലുള്ള അനന്തമായ ശക്തി അവൾ ഏറ്റുപറയുന്നു. ഈ രാജ്യം നിങ്ങൾക്ക് ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് തരികയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ പ്രവൃത്തിക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണം. ഒറ്റ വാക്കാണ് അവൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഒറ്റ കാരണത്താൽ യേശുവിൻ്റെ വംശാവലിയിൽ റാഹബും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്.
മനുഷ്യൻ ബാഹ്യമായത് കണ്ട് വിധിക്കുന്നു, ദൈവം അന്തരംഗം കാണുന്നു എന്ന് പറയുന്നു. യേശു തന്നെയും പറഞ്ഞു പരീശന്മാരോട്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ള ചിന്തയിൽ ആരെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുകയില്ല, മാറ്റി നിർത്താൻ പറ്റുകയില്ല. അതിനുള്ള അവകാശമില്ല, അതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരതകൾ, സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ നാം സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ്, വലിയ ശിക്ഷാവിധിക്ക് കാരണമാണ്. കാരണം ദൈവം സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിക്കുന്നു, സ്ത്രീകളെ എത്രമാത്രം ആദരിക്കുന്നു. ലോകം വേശ്യയെന്ന് വിളിക്കുന്നവൾക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരാനും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒരു പരിധിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ യെരിഹോ കോട്ട പിടിച്ചടക്കുവാൻ നല്ലൊരു പങ്ക് ആ സ്ത്രീക്കുമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. യോശുവയുടെയും കൂട്ടരുടെയും കഴിവ് മാത്രമല്ല, ഈ ചാരന്മാരെ സംരക്ഷിച്ച ഈ വിധവയ്ക്കും നല്ലൊരു പങ്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച മറ്റൊരു സ്ത്രീയാണ് പഴയ നിയമത്തിലെ പുസ്തകം തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് രൂത്ത്. രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ഒരു പരിധിവരെ വിപ്ലവാത്മകമായ യാതൊരു കാര്യങ്ങളും ചെയ്തതായിട്ട് എഴുതിയിട്ടില്ല. രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുകയോ പുരുഷന്മാർ പിന്മാറിയിടത്ത് ധീരമായി മുന്നോട്ട് വരികയോ അങ്ങനെയൊന്നും ആ സ്ത്രീ ചെയ്തതായിട്ട് കാണുന്നില്ല. ആ സ്ത്രീ ഒറ്റ വാക്കാണ് തൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞിരിക്കുന്നത്. വളരെ ദയവുള്ള ഒരു സ്ത്രീ, വളരെ നിഷ്കളങ്കയായ ഒരു സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീ. അവളുടെ അമ്മായിയമ്മ നവോമിക്ക് ഭർത്താവില്ലാതെയായി, 2 ആൺമക്കളുമില്ലാതെയായി. ശേഷിച്ചത് അവളുടെ ജീവിതത്തിൽ 2 മരുമക്കളായ രൂത്ത്, ഓർപ്പ എന്ന് പറയുന്ന 2 പെൺകുട്ടികളാണ്. അപ്പോൾ നവോമി പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ലാതെയായതും എനിക്ക് ആൺമക്കളില്ലാതെയായതും എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ കുലത്തിൻ്റെ, എൻ്റെ തെറ്റാണ്. ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിക്ഷയ്ക്കുള്ളിൽ നിങ്ങൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ്റെ വീടുകളിലേക്ക് പോകാം, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മരുമകൾ ഓർപ്പ എന്ന് പറയുന്നവൾ അമ്മയെ അനുസരിച്ച്, അമ്മായിയമ്മയെ അനുസരിച്ച് അവൾ പോയി. എന്നാൽ രൂത്ത് എന്ന് പറയുന്ന ഈ നിഷ്കളങ്കയായ ഈ വനിത, അവൾ പറയുകയാണ്, ഞാൻ പോകില്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ജനം എൻ്റെ ജനം. പ്രിയമുള്ളവരെ, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് വീട്ടിൽ നല്ല സൗകര്യങ്ങളും നല്ല സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഈ വിധവയായ സ്ത്രീയുടെ കൂടെ വിധവയുടെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. വീട്ടിലെത്തിക്കഴിയുമ്പോൾ അമ്മായിയമ്മ പറയുന്നത് എന്താണെന്നറിയാം മരുമകളോട്? എൻ്റെ ചാർച്ചക്കാരനായ ഒരു വലിയ ധനവാനുണ്ട്, ബോവസ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ വയലിൽ നീ ചെല്ലുക, അവിടെ ചെന്നിട്ട് കൊയ്ത്തുകാർ കൊയ്തു കഴിയുമ്പോൾ ഉതിർന്നു കിടക്കുന്ന മണികൾ പെറുക്കിയെടുക്കുക, കാല പെറുക്കുക എന്ന് പറയും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾക്ക് കൊയ്ത്തും മെതിയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൊയ്ത് കയറി പോരുമ്പോൾ
ഞങ്ങളെക്കാൾ ജീവിതത്തിൽ, ഞങ്ങളോ ദരിദ്രരായ ആളുകൾ, ഞങ്ങൾ കൊയ്യാൻ പോകുന്നത് കൂലിക്കാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ ദരിദ്രരായ ആളുകൾ വന്ന് അതിൻ്റെ പുറകിലൂടെ നടന്ന് കതിര് പെറുക്കുന്നതും, എന്നാൽ ചില ഉടമസ്ഥന്മാർ ഈ കൊയ്ത്തുകാർക്കൊപ്പം ഈ കതിര് പെറുക്കാൻ വരുമ്പോൾ അവരെ ഓടിച്ചു കളയുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറക്കാൻ പറ്റില്ല, പിന്നെ വാന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ബോസ് എന്ന് പറയുന്ന ഈ പ്രഭുവിൻ്റെ, ഈ ധനാഢ്യൻ്റെ വയലിൽ കാലാ പെറുക്കാനായിട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത്, അമ്മ പറഞ്ഞതനുസരിച്ച് ഇന്നയാളുടെ മരുമകളാണെന്ന് പറഞ്ഞു. അവൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുവാനും അവൾക്ക് കൂടുതൽ വയലിൽ കൂടുതൽ കാല പെറുക്കുവാനായിട്ട് കൂടുതൽ അനുവാദം കിട്ടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് അവൾ, പ്രിയമുള്ളവർ, ആ വയലിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ബോസിൻ്റെ ഭാര്യയായി മാറുകയും സഹോദര ബന്ധം നിലനിർത്തി അവൾ ഉന്നത സ്ഥാനത്തെത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവളും ഈ രൂത്തും ഒരു ധീരമായ പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സാധാരണ ഒരു ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയ്ക്ക് ഉടമസ്ഥൻ്റെ വയലിലെ കാല പെറുക്കാനായിട്ട് അന്നു വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിൽ ഈ വിധവയുടെ പങ്കുചേർന്നപ്പോൾ ആ സ്ത്രീ ഏറ്റവും ഉയർന്നു. ബോവസിനെ രൂത്തിൽ ജനിച്ച ഓബദിൻ്റെയും ഓബദിൻ്റെ മകൻ ഈശായുടെയും ഈശായുടെ മകൻ ദാവീദിൻ്റെയും പാരമ്പര്യത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ ജനനം. ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു. ഉണ്ടോ? യേശുവിൻ്റെ വല്യമ്മയായി മാറാൻ ഈ സ്ത്രീക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. ഇവരെയൊക്കെ ബൈബിളിൽ ഈ മാതിരിയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഇവരെയൊക്കെ വിട്ടിട്ട് എങ്ങനെ കടന്നു പോകും? ഇവരെയൊക്കെ ഓർക്കാതെയും ഇവരെയൊക്കെ ധ്യാനിക്കാതെയൊക്കെ എങ്ങനെ കടന്നു പോകാനായിട്ട് കഴിയും? ദൈവസന്നിധിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നിഷ്കളങ്കരും നിർദോഷരുമായ അനേക സ്ത്രീകളെ ദൈവം എടുത്തുയർത്തുമ്പോൾ, ദൈവം അവരുടെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിർത്തുമ്പോൾ, ദൈവം അവരെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളാണെന്ന് പറയുമ്പോൾ, നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ അനുകരിക്കേണ്ടതല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനം, അവൻ്റെ മരണം. യേശുവിൻ്റെ മരണത്തിങ്കൽ ക്രൂശനരികെ നിന്ന സംഭവം നമ്മൾക്കറിയാലോ. എല്ലാ പുരുഷന്മാരും പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പക്ഷേ ഒരു ആധ്യാത്മിക സത്യം കാണാം. ഈ പുരുഷന്മാരൊക്കെ ഓടിയില്ലായിരുന്നുവെങ്കിൽ, ഈ യേശുവിനോട് കൂടെ അവരെയൊക്കെ ക്രൂശിൽ തറച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ പത്രോസോ യോഹന്നാനൊക്കെ യേശുവിനോടുകൂടെ മരണപ്പെട്ടുവെങ്കിൽ, തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന ആ ഒരു പൂർണ്ണതയിൽ നിന്ന് ദൈവജനത്തിൻ്റെ രക്ഷ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പത്രോസൊക്കെ തള്ളിപ്പറയാനുണ്ടായ കാരണമൊക്കെ അതുകൊണ്ടായിരിക്കാം. യേശു മാത്രമാണ്, അല്ലെങ്കിൽ ദൈവം മാത്രമാണ്, ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ് ആ പരികർമ്മം, ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് അനുവദിക്കപ്പെട്ടുള്ളൂ, സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും അതിനുള്ള അനുവാദമില്ല, അതിനുള്ള അവകാശവുമില്ല. അത് പത്രോസ് പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നാമം
യേശുവിൽ തന്നെ നിലനിൽക്കേണ്ടതുള്ളത് കൊണ്ടായിരിക്കാം ഈ പുരുഷന്മാരെല്ലാം ഓടിയെന്ന് നമുക്ക് പറയാമെങ്കിലും മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനോട് കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്വന്തം അമ്മയോട് കൂടെ നിൽക്കുന്ന സ്ത്രീകൾ, അതൊരു സ്നേഹം തന്നെയാണ്. അതൊരു സ്നേഹത്തിൻ്റെ ആധിക്യം തന്നെയാണ്. പുരുഷന്മാരൊക്കെ ഒരുപക്ഷെ അടുത്തുവരെ എത്തിയിട്ട് മാറി നിൽക്കുകയോ ഒളിഞ്ഞു നിൽക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യാമായിരുന്നു. ഭയത്തിൽ പേടിയിൽ മുൻപ് വരേണ്ടത് സ്ത്രീകളും ഏറ്റവും മുമ്പേ ഓടിപ്പോകേണ്ടതും അവരായിരുന്നു. പക്ഷെ അവർ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ, പ്രിയമുള്ളവരെ, അവർ മുൻപന്തിയിൽ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരാൾക്കും മുന്നിൽ വരാനും മുന്നിൽ കൊണ്ടുവരാനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യിക്കുവാനും പ്രധാന ഘടകമായി നിൽക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലൂടെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെയും തീർപ്പുണ്ടാകുകയുള്ളൂ, പൂർണ്ണ രൂപത്തിൽ എത്തുവാനായിട്ട് കഴിയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, യേശുവിൻ്റെ ഉദ്ധാനം, യേശുവിൻ്റെ ക്രൂശീകരണം, ഇവിടെയൊക്കെ സ്ത്രീകൾ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് സ്ത്രീകൾ ഒക്കെ പ്രവർത്തിച്ചിരുന്നു. യേശുവിൻ്റെ തന്നെയല്ല, യേശുവിൻ്റെ ഉദ്ധാനം ആദ്യം വെളിപ്പെട്ടത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ ചെന്നിട്ടാണ് പുരുഷന്മാരോട് പറയുന്നത്, ശിഷ്യരോട് പറയുന്നത്, അവനെ കാണാനില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനെ ഞങ്ങൾ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരും ഓടിച്ചെന്ന് കല്ലറയിൽ നോക്കി ആ സത്യം തിരിച്ചറിഞ്ഞ അനുഭവങ്ങളൊക്കെ ഈ പുരുഷന്മാരായ ശിഷ്യന്മാരുടെ ഇടയിലുണ്ട്. അപ്പോഴും യേശു പ്രത്യക്ഷപ്പെട്ടത് ഈ സ്ത്രീകൾക്കാണ്. കാരണം എന്താണ്? അവർ സുഗന്ധതൈലം പൂശുവാനായി ആരെയും ഭയപ്പെടാതെ, മിന്നും പിന്നും നോക്കാതെ ആ കല്ലറയെങ്കിൽ വന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്ത്രീകളാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഉയർച്ച വേണോ? നിങ്ങൾ മുൻപും പിൻപും നോക്കാതെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. മുൻപും പിൻപും നോക്കാതെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശു തന്നെ വെളിപ്പെടുത്തും. യേശുവിനോളം ഉയരുവാനും കഴിയും. യേശു ഉയർത്തും. യേശുവിനൊരു മടിയുമില്ല. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. യേശുനാഥ, അങ്ങയോളം ഉയരുവാനും അങ്ങയോളം ഉയർത്തുവാനും ക്രൂശിൻ ചുവട്ടിൽ നിന്ന സ്ത്രീകളെപ്പോലെ, ക്രൂശിൻ ചുവട്ടിൽ നിന്ന് ഉദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ട സ്ത്രീകളെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ അങ്ങയെ കാണുവാനും അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ഉയർച്ച സ്വീകരിക്കുവാനും അങ്ങയോളം ഉയരുവാനുള്ള സ്നേഹത്തിൻ്റെ വിളി സ്വീകരിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.